ഹലോ എവരിവൺ, എല്ലാവർക്കും ഫോൺ മണി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ദിവാനുഗ്രഹം നമുക്ക് നമ്മുടെ IQ Neo 10 അതേപോലെ തന്നെ IQ Neo 10R കിട്ടിയിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് IQ Neo 10R അതേപോലെ തന്നെ IQ Neo 10ന്റെ ടിപ്സ്, ട്രിക്സ്, ഹിഡൻ ഫീച്ചേഴ്സ് ആൻഡ് സെറ്റിംഗ്സ് ആകുന്ന വീഡിയോ. 90% ഇവർ തമ്മിലുള്ള ഫീച്ചേഴ്സ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. എക്സ്ട്രാ ഡിഫറൻസ് ഞാൻ സെപ്പറേറ്റ് കാണിച്ചു തരാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വൺ എമംഗ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്പ് ലോക്ക്, ആപ്പ് ഹൈഡ്, ഡുവൽ ആപ്പ് തന്നെയാണ്. സോ ജസ്റ്റ് സെറ്റിംഗ്സിൽ പോവുക, സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി ഓപ്ഷനിൽ പോവുക, ആൻഡ് ഇവിടെ സ്ക്രോൾ അപ്പ് ചെയ്യുക. ആപ്പ് എൻക്രിപ്ഷൻ ഓപ്ഷൻ കണ്ടോ, ഇതാണ് സംഭവം. സോ അതിനകത്ത് ഒരു പ്രൈവസി പാസ്വേഡ്, നോർമൽ നമ്മുടെ ലോക്ക് സ്ക്രീൻ പാസ്വേഡ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആണ്. സോ നമുക്ക് ചൂസ് ചെയ്യാം 6 ഡിജിറ്റ് പിന്ന്, 4 ഡിജിറ്റ് പിന്ന്, പാറ്റേൺ അല്ലെങ്കിൽ കസ്റ്റം ആൽഫാന്യൂമറിക്, ദാറ്റ് മീൻസ് നമ്പേഴ്സും ആൽഫബറ്റ്സ് ആയിട്ടുള്ള. സോ ഞാൻ ജസ്റ്റ് പാറ്റേൺ സെലക്ട് ചെയ്യാണ്. സോ ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ ജസ്റ്റ് ചൂസ് ചെയ്യാം. സോ ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള വൺ ജസ്റ്റ് തൽക്കാലത്തേക്ക് ഒന്ന് ഡ്രോ ചെയ്യാണ്. ഓക്കെ, ഇറ്റ്സ് ഡൺ. സോ ആൻസറിങ് സം റാൻഡം ക്വസ്റ്റ്യൻസ്, ഇറ്റ്സ് ഡൺ. ഓക്കെ, പിന്നെ നമുക്ക് വെരിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്. സോ നമ്മൾ ഇത് മസ്റ്റായിട്ട് ചെയ്യണം. സോ ഞാൻ ജസ്റ്റ് പെൻ സ്കിപ്പ് ചെയ്യണം. എന്നിട്ട് ഏത് ആപ്പാണ് ലോക്ക് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ ആൽബംസ്, അഡുണ്ടു, ബെഞ്ച് മാർക്ക്, ഇതാണ് ലോക്ക് ചെയ്തെന്ന് വെച്ചോ. ഓക്കെ, സോ ജസ്റ്റ് എന്നിട്ട് ഞാൻ എന്ത് ആൽബംസ് എടുക്കുകയാണ്. ആൽബംസ്, യു ക്യാൻ സി ആൽബംസ് ഈസ് ലോക്ക്ഡ്. ആൻഡ് എൻ്റെ പാറ്റേൺ എപ്പോൾ ഡ്രോ ചെയ്യുന്നു, അപ്പാണ് ലോക്കായി. ആൻഡ് അഡുണ്ടു, ബെഞ്ച് മാർക്ക് സെയിം തന്നെ ലോക്ക്ഡ് ആണ്. എൻ്റെ പാറ്റേൺ എപ്പോൾ ഡ്രോ ചെയ്യുന്നു, അപ്പാണ് ലോക്കായി. ഓക്കെ, സിമ്പിളാണ്, സിമ്പിൾ ആസ് ദാറ്റ്. ആൻഡ് ഈ സെയിം സമയത്ത് നമുക്ക് ഇതിനകത്ത് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ്, ഫേസ് അൺലോക്ക് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. സോ അതിനുവേണ്ടി നമ്മൾ ഓൾറെഡി ഇത് സെറ്റ് ചെയ്തിരിക്കണം കേട്ടോ. പക്ഷേ ഇപ്പോൾ നമ്മൾ ചെയ്തൊരു ആപ്പ് ലോഗിന് ഒരു പ്രശ്നമുണ്ട്. ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മൾ ഒന്നോടെ ആൽബംസ് ഓപ്പൺ ചെയ്യണത് കണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് ആൽബംസ് ഓപ്പൺ ആയി വന്നു. ദാറ്റ് മീൻസ് നമ്മൾ പിന്നെ ഫോൺ ലോക്കാക്കിയിട്ട് പിന്നെ ഇത് എടുക്കുമ്പോഴാണ് പിന്നെയും ഓട്ടോ ലോക്ക്. ദാറ്റ് മീൻസ് ഇപ്പോൾ ഞാൻ ഫോൺ ലോക്കാക്കി അൺലോക്ക് ചെയ്തു, ഇനി ആൽബംസ് തുറക്കുവാണെങ്കിൽ ഇനിയും ചോദിക്കും കണ്ടോ, ഇനിയും പാറ്റേൺ ചോദിക്കും. പക്ഷേ വൺസ് ഇഫ് ഇറ്റ്സ് അൺലോക്ക്ഡ് വിത്ത് എ പാറ്റേൺ ഓർ പിൻ വാട്ട് എവർ ഇറ്റ് ഈസ്, ദെൻ ദ നെക്സ്റ്റ് ടൈം ഓൺവേർഡ്സ് ഉണ്ടോ സിമ്പിളായിട്ട് ഓപ്പൺ ആയി വരും. സോ ഇത് തടയുന്നുണ്ട്. എപ്പോഴൊക്കെ നിങ്ങൾ ഈ ലോക്ക്ഡ് ആപ്പ് ഓപ്പൺ ചെയ്യും അപ്പോൾ ഒക്കെ പാറ്റേൺ അല്ലെങ്കിൽ പിൻ അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് ചോദിക്കണമെങ്കിൽ ആപ്പ് എൻക്രിപ്ഷനിൽ പോവുക, സെയിം ആയിട്ട് നമ്മുടെ പാറ്റേൺ ഡ്രോ ചെയ്യുക. എന്നിട്ട് ഈ ലൊക്കേഷൻ ഉണ്ട് ആപ്പ് ലോക്ക് ടൈം, അവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്ത് ഇപ്പോൾ കിടക്കുന്നത് 1 മിനിറ്റ് ആഫ്റ്റർ ദ സ്ക്രീൻ ഈസ് ലോക്ക്ഡ് ഓർ ദ ആപ്പ് ഈസ് ക്ലോസ്ഡ് ആണ്. അത് മാറ്റിയിട്ട് ആഫ്റ്റർ ദ സ്ക്രീൻ ഈസ് ലോക്ക്ഡ് ഓർ ആപ്പ് ഈസ് ക്ലോസ്. അപ്പോൾ എപ്പോൾ ഒക്കെ ആപ്പ് നമ്മൾ എക്സിറ്റ് ചെയ്യണം അപ്പോൾ ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ആപ്പ് ഹൈഡ്. ജസ്റ്റ് സിമ്പിളാണ്, ആപ്പ് ഹൈഡ് ചെയ്യാനുള്ള ഒരു രീതിയാണ്. സോ നമുക്ക് ഏതൊക്കെ ആപ്പാണ് ഹൈഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. സോ ഞാനിപ്പോൾ ആമസോണ്, ഓക്കെ കണ്ടിന്യൂ, ആൻഡ് ഫേസ്ബുക്ക്. ആമസോണും ഫേസ്ബുക്കുമാണ് ഹൈഡ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് യു ക്യാൻ സി ആമസോണും ഫേസ്ബുക്കും രണ്ടിടത്തും പോയി ഫേസ്ബുക്ക് കണ്ടോ ഇല്ല, ആമസോണും ഇല്ല. ഓക്കെ, ഇനി ഇത് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ കണ്ടത് ഇപ്പോൾ എനിക്കിത് ആക്സസ് ചെയ്യും, ഇപ്പോൾ എനിക്ക് വേണം, ഇപ്പോൾ എനിക്ക് ഹൈഡ് ആപ്സ് ഒന്നും വേണമെങ്കിൽ ആക്സസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും. സോ എഗെയിൻ നമ്മൾ ഈ ലൊക്കേഷനിൽ പോയിട്ട് നമ്മുടെ പാറ്റേൺ അടിച്ചിട്ട് ഈ ലൊക്കേഷൻ കയറി അൺഹൈഡ് ചെയ്യണം. വേണ്ട, അതിന് വേണ്ടി വേറെ ഓപ്ഷൻ ഉണ്ട്, സ്വൈപ്പ് അപ്പ് വിത്ത് 2 ഫിംഗേഴ്സ് ഓൺ ദ ഹോം സ്ക്രീൻ ടു വ്യൂ ഹിഡൻ ആപ്സ്. ഇതങ്ങ് ഓൺ ചെയ്യുക. ഓക്കെ, നൗ വാട്ട് ഹാപ്പൻസ് ഈസ്, ഇപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കും ഇല്ല ആമസോണും ഇല്ല, അപ്പോൾ ജസ്റ്റ് 2 ഫിംഗേഴ്സ് വെച്ച് ജസ്റ്റ് സ്വൈപ്പ് അപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആ പ്രൈവസി പ്രൊട്ടക്ഷൻ പാസ്വേഡ് സെറ്റ് ചെയ്ത് ചോദിക്കും. അപ്പോൾ അത് ജസ്റ്റ് ഡ്രോ ചെയ്ത് കൊടുക്കുക കണ്ടോ. അപ്പോൾ ഹൈഡൻ ആപ്സ് ആയിട്ടുള്ള 2 ആമസോണും ഫേസ്ബുക്കും വന്നു. ഓക്കെ, ഇനി ഡിസേബിൾ ചെയ്യുന്ന സെയിം ലൊക്കേഷനിൽ പോവാം. ദാറ്റ് മീൻസ് ഈ സെയിം ലൊക്കേഷനിൽ പോയിട്ട് ആമസോണും അൺടിക്ക് ചെയ്യുക, ഫേസ്ബുക്കും അൺടിക്ക് ചെയ്യുക. ഇതേപോലെ തന്നെ ആപ്പ് ലോക്കിൻ്റെ കേസിലും നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് നമ്മുടെ ആപ്പ് ക്ലോൺ, അതായത് ഡുവൽ ആപ്സ് ആണ്. അത് ജസ്റ്റ് ആപ്സ്, ഈ ലൊക്കേഷനല്ല ആപ്സിലാണ് എടുക്കുക. ആപ്സിൽ പോയിട്ട് ആപ്പ് ക്ലോൺ സെലക്ട് ചെയ്യുക. ഏതൊക്കെ സപ്പോർട്ടഡ് ആപ്സ് ഉണ്ടോ അതൊക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ജസ്റ്റ് ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ വരും കണ്ടോ, ക്ലോൺഡ് ആപ്പ് ക്രിയേറ്റഡ്. സോ ഇനി നമ്മൾ ആ ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ ലിങ്ക്ഡിൻ 1, ലിങ്ക്ഡിൻ 2, ഇനി ഫേസ്ബുക്ക് 1, ഫേസ്ബുക്ക് 2, വാട്സപ്പ് 1, വാട്സപ്പ് 2, ഇങ്ങനെ രീതിയിൽ നിങ്ങൾക്ക് ഫുൾ ആയിട്ടുള്ള ആപ്സ് യൂസ് ചെയ്യാം. ദാറ്റ് മീൻസ് ഒറ്റ ഫോണിൽ തന്നെ സെയിം ആപ്പ് 2 പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് ആണ്. സോ അവിടെ IQ Neo 10R 10 നമ്മൾ വ്യത്യാസമുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എക്സ്ട്രാ മിസ് ചെയ്യുന്ന ഓപ്ഷൻ കസ്റ്റം ബ്രൈറ്റ്നസ് ഓപ്ഷൻ നമ്മുടെ IQ Neo 10 ഉണ്ട്. എസെൻഷ്യലി നമ്മൾ ഔട്ട്ഡോറിലൊക്കെ സൺലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് ഒക്കെ എത്രയാണ് അതനുസരിച്ച് നമുക്കൊരു ടെസ്റ്റൊക്കെ റൺ ചെയ്തിട്ട് അതനുസരിച്ച് ഉള്ളൊരു ബ്രൈറ്റ്നസ് സെറ്റ് ചെയ്യുന്ന ഓപ്ഷനാണ്. അത് ഇവിടെ മിസ്സിങ് ആണ് Neo 10R. ആൻഡ് നെക്സ്റ്റ് ബാക്കി നമ്മുടെ ഐ പ്രൊട്ടക്ഷൻ മോഡുണ്ട്, ഡാർക്ക് തീം ഉണ്ട്. ഐ പ്രൊട്ടക്ഷൻ മോഡിൻ്റെ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാനും കുറയ്ക്കാനും പറ്റും. പിന്നെ ഇന്ന ടൈം മുതൽ ഇന്ന ടൈം വരെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, പിന്നെ അല്ലെങ്കിൽ നമുക്കൊരു കസ്റ്റം ടൈമിങ്, ഇന്ന സ്റ്റാർട്ട് ടൈം എൻഡ് ടൈം ഒക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. പിന്നെ അതിനകത്ത് ആൻറ്റി ഫെറ്റിഗ് ബ്രൈറ്റ്നസ് എന്നിട്ടൊരു എക്സ്ട്രാ ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്. സോ അതാണ് നമ്മുടെ ഐ പ്രൊട്ടക്ഷൻ മോഡ്. ഓക്കെ, ആൻഡ് ദെൻ നമ്മുടെ ഡാർക്ക് തീം, അതും നമുക്ക് ടൈം ടു ടൈം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓട്ടോ ഓൺ ആൻഡ് ഓഫിനകത്ത് ടൈം ടു ടൈം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. രണ്ടിലും അവൈലബിൾ ആണ്. അതൊക്കെ ബേസിക് ഓപ്ഷൻസ് ആണല്ലോ. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ബേസിക് സെറ്റ് ഓഫ് ഓപ്ഷൻസ്, ഫോൺ സ്റ്റൈൽസ്, ഫോണ്ട് ആൻഡ് ഡിസ്പ്ലേ സൈസ്, മീൻസ് ആ ഫോൺ സൈസ് കൂട്ടാനുള്ള ഓപ്ഷന്. ഓക്കെ, പിന്നെ ഡിസ്പ്ലേ സൈസ്, ആ ബാനർ സൈസ് കൂട്ടാനുള്ള ഓപ്ഷൻസ്, പിന്നെ ടെക്സ്റ്റ് ബോൾഡ് ആക്കാനുള്ള ഓപ്ഷൻസ്, അങ്ങനത്തെ കുറച്ച് ബേസിക് സെറ്റ് ഓഫ് ഓപ്ഷൻസ്. ആൻഡ് ദെൻ
കുറച്ച് താഴോട്ട് പോയി കഴിഞ്ഞാൽ സ്ക്രീൻ റെസൊല്യൂഷൻ രണ്ടിനും സെയിം ടു സെയിം ആണ് കേട്ടോ. UHD 2800x1260 തന്നെയാണ് വരുന്നത്. പിന്നെ കുറഞ്ഞുണ്ട് 2400x1080. ഓക്കെ സോ നമ്മുടെ FHD 1.5K ഡിസ്പ്ലേയും രണ്ടും അവൈലബിൾ ആണ്. സ്ക്രീൻ റിഫ്രഷ് റേറ്റ് അതും സെയിം ടു സെയിം തന്നെ രണ്ടുപേർക്കും വരുന്നുണ്ട്. 144 Hz ആണ് മാക്സിമം. സ്റ്റാൻഡേർഡ് കഴിഞ്ഞാൽ 60 Hz റൺ ചെയ്യും. സ്മാർട്ട് സ്വിച്ച് ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഏത് ആപ്പ് ഏതാണോ സപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ചുള്ള ഒപ്റ്റിമൈസേഷൻ നടക്കും. ആൻഡ് നെക്സ്റ്റ് എൻഹാൻസ് ഡിസ്പ്ലേ എഫക്ട്സ്. ഇവിടെ വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ OnePlusന് അതൊക്കെ പണ്ട് കണ്ടിട്ടുണ്ട്. OnePlus 8 Pro ഒക്കെ മുതൽ വന്നുകൊണ്ടിരുന്നത് MEMC ആൻഡ് സൂപ്പർ റെസൊല്യൂഷൻ ഓപ്ഷൻ ഉണ്ട്. അത് എക്സ്ട്രാ ഇതിനകത്തുള്ളതാണ്. ഇതിനകത്ത് വിഷ്വൽ എൻഹാൻസ്മെൻറ്റിന് ആകെ ഒറ്റ ഓപ്ഷനുള്ളൂ. കണ്ടോ, ഈ ഒരു ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ നമുക്ക് ഇവിടെ വരുന്നത്. ഈ രണ്ട് ഓപ്ഷനും IQ Neo 10R മിസ്സിംഗ് ആണ്. ദാറ്റ് മീൻസ് MEMC മോഷൻ എസ്റ്റിമേഷൻ, മോഷൻ കമ്പൻസേഷൻ. ദാറ്റ് മീൻസ് എക്സ്ട്രാ കുറച്ച് ഫ്രെയിംസും കൂടെ ആഡ് ചെയ്ത് ആ വീഡിയോ കുറച്ചും കൂടെ സ്മൂത്തറാക്കി കിട്ടുന്ന ഓപ്ഷനാണ് നമ്മുടെ MEMC. നെക്സ്റ്റ് സൂപ്പർ റെസൊല്യൂഷൻ. എക്സാക്ട്ലി ഇതല്ല, ഒരു 70p വീഡിയോ ആണെങ്കിൽ കുറച്ചും കൂടെ റെസൊല്യൂഷൻ കൂട്ടി എൻഹാൻസ് AI ഒക്കെ വെച്ച് കുറച്ചും കൂടെ റെസൊല്യൂഷൻ എൻഹാൻസ് ചെയ്ത് ഒരു 1080p അടുത്താക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ പോലെയാണ് നമ്മുടെ സൂപ്പർ റെസൊല്യൂഷൻ ആക്ട് ചെയ്യുക. സോ ഈ ഒരു ഓപ്ഷൻസ് നമ്മുടെ Neo 10R മിസ്സിംഗ് ആണ്. ബാക്കി രണ്ടുപേർക്കും സെയിം ടു സെയിം ആണ് വരിക. സോ നമ്മളിത് ഓട്ടോ ബ്രൈറ്റ്നസ് ഓഫ് ആക്കിയിട്ട് രണ്ടിൻ്റെയും മാക്സിമം ബ്രൈറ്റ്നസ് എനേബിൾ ചെയ്യാൻ പോകാം കേട്ടോ. ആൻഡ് എക്സ്ട്രാ അവൈലബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ടേൺ ഡൗൺ ആണ്. ഇനി സ്ക്രീൻ കളേഴ്സിനകത്ത് ഇപ്പോൾ സ്റ്റാൻഡേർഡ് നടക്കണം, അത് ഏറ്റവും സാറ്റർഡേ കിട്ടാൻ വേണ്ടി ബ്രൈറ്റ് ഇട്ടു. ഇതാണ് ഇതിൻ്റെ മാക്സിമം ഔട്ട്. ആൻഡ് ലെറ്റ്സ് സെയിം സെറ്റിങ്സ് തന്നെ ഞാൻ ഇതിനകത്ത് ചെയ്യാം കേട്ടോ. ഓട്ടോ ബ്രൈറ്റ്നസ് ഓഫാക്കി ബ്രൈറ്റ്നസ് മാക്സിഡ് ആക്കിയിട്ടുണ്ട്. ആൻഡ് ദെൻ നമ്മുടെ സ്ക്രീൻ കളേഴ്സ് അത് ബ്രൈറ്റ്നകത്താണ് ഓൾറെഡി കിടക്കുന്നത്. ആൻഡ് വിഷ്വൽ എൻഹാൻസ്മെൻറ്റ് ഒറ്റ മോഡ് മാത്രമുള്ളത് ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഡയറക്റ്റായിട്ട് രണ്ടിലും ഒരു വീഡിയോ പ്ലേ ബാക്ക് ചെയ്യാൻ പോവാണ്. സോ ഇതിൽ ഒരെണ്ണം IQ Neo 10ഉം ഇതിൽ ഒരെണ്ണം IQ Neo 10R ആണ്. ആൻഡ് അറ്റ് എ ഗ്ലാൻസ് കുഡ് യു നോട്ടീസ് എനി ഡിഫറൻസ് ബിറ്റ്വീൻ ബോത്ത് ഓഫ് ദം? രണ്ടും നെക്ക് എക്സാക്ട് സെയിം ആയിട്ടാണ് ഫീൽ ചെയ്യുക. നോ ഡിഫറൻസ്. കളേഴ്സൊക്കെ നല്ല സാറ്റർഡ് ആയിട്ടുണ്ട്. ബ്രൈറ്റ്നസ് ലെവൽസൊക്കെ രണ്ടും അടിപൊളിയാണ്. ആൻഡ് ഇഫ് യു ഒബ്സർവ് എ ബിറ്റ് ക്രിസ്പ്, നല്ല ഡെപ്തിൽ നോക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഓൺ ദ ടോപ്പിൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ ഏതാ ഫോണെന്ന് പിന്നെ പറയാം. ഓൺ ദ ടോപ്പിൽ കുറച്ചിങ്ങനെ ബ്രൈറ്റ്നസ് ലെവൽസ് ഇച്ചിരി കൂടിയ പോലെ തോന്നുന്നുണ്ടോ? ഐ തിങ്ക് ഇച്ചിരി കൂടെ കൂടുതലുണ്ട്. ഈ ഏരിയാസൊക്കെ ശ്രദ്ധിച്ചാൽ ഈ രണ്ട് ഏരിയാസ് ശ്രദ്ധിച്ചോ. അണ്ട് ഇവിടെ കുറച്ച് കൂടിയതുപോലെ ഉണ്ടോ? ഈ ഒരു ഏരിയാസ് കുറച്ചൊരു ബ്രൈറ്റ്നസ് ലെവൽസിൽ ഒരു ലൈറ്റ് ബമ്പ് ഫീൽ ചെയ്യുന്നുണ്ടോ? എക്സ്പെഷ്യലി ഈ സ്കൈയുടെ ഈ ഒരു വൈറ്റ് കളർ വേഴ്സസ് ഈ വൈറ്റ് കളർ ഉണ്ടാവും. ഇവിടെ കുറച്ചും കൂടെ ഒരു വൈറ്റ് ഷെയ്ഡ് ഫീൽ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഈ ഒരു ടോപ്പിലത്തെ ഈ ഫോൺ കുറച്ചും കൂടെ ബ്രൈറ്റ്നസ് കുറച്ചും കൂടെ കൂടുതൽ ഡെലിവറി ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ വലിയൊരു മാർജിനാണെന്ന് വെച്ചാൽ വലിയ മൈനറായിട്ടൊരു മാർജിനാണ് കിട്ടുന്നത്. ഇനി ഞാൻ ഫോൺ എന്ന് കാണിച്ചു തരാം. സോ ഓൺ ദ ടോപ്പിൽ ഇരിക്കുന്നതാണ് നമ്മുടെ IQ Neo 10 ആൻഡ് താഴെയുള്ളതാണ് IQ Neo 10R. സോ മൈനറായിട്ട് വെരി മൈനറായിട്ടൊരു ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ശരിക്കും നെക്ക് അങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ലൈറ്റ് ഡിഫറൻസ് മനസ്സിലാവും. എൽസ് ബോത്ത് ഓഫ് ദം ആർ ഓൾമോസ്റ്റ് സെയിം. രണ്ടും സ്റ്റണ്ണിങ് ആണ് ബൈ ദ വേ. ആൻഡ് ലെറ്റ്സ് ഒബ്സർവ് ദീസ് ഏരിയാസ് ആസ് വെൽ. പിന്നെ നമ്മുടെ ഹോം സ്ക്രീൻ, ലോക്ക് സ്ക്രീൻ വാൾപേപ്പർ എക്സാക്ട് സെയിം ടു സെയിം ആണ് രണ്ടും. സോ ഞാൻ Neo 10 തന്നെ പറയാം. സോ നമ്മൾ വാൾപേപ്പേഴ്സ് നമ്മുടെ കുറച്ച് സ്റ്റണ്ണിങ് ആയിട്ടുള്ള രസം, നല്ല കാണാൻ നല്ല രസമുള്ള ലൈവ് വാൾപേപ്പേഴ്സ് പോലത്തെ വാൾപേപ്പർ ഉണ്ട് കേട്ടോ. കണ്ടോ? വാവ്, നൈസ് ലുക്കിംഗ് വാൾപേപ്പറാണ് വരിക. ആൻഡ് നെക്സ്റ്റ് അവിടെ തന്നെ ഇത്രയും ഓപ്ഷൻസ് ഉണ്ടോ? കൈനറ്റിക് വാൾപേപ്പർ, ലൈവ് വാൾപേപ്പർ, സ്റ്റാറ്റിക് വാൾപേപ്പർ, അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇത് തീംസ് എക്സ്ട്രാ ഡൗൺലോഡ് ചെയ്യുന്ന ഓപ്ഷൻസ് ഉണ്ട് തീം സ്റ്റോറിൽ നിന്ന്. പിന്നെ നമ്മുടെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. സോ നമുക്ക് ഈ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയുടെ സ്റ്റൈൽസ് ഇവിടുന്ന് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച്. ആൻഡ് ഇപ്പോൾ ഒരു മെസ്സേജ് വന്നു. ആ മെസ്സേജ് വന്ന സമയത്ത് നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൺ ആക്കണോ കാണിക്കണോ എന്നുള്ള ഓപ്ഷൻസ് ഇവിടെ ഓൺ ആക്കി കഴിഞ്ഞാൽ ഒരു ന്യൂ മെസ്സേജ് വന്നാലും ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ കാണിക്കും. അതിനും ഒരു കാര്യമാണ് പറയാനുണ്ട്. ഡിസ്പ്ലേ മോഡ് എപ്പോഴാണ് കാണിക്കുന്നത്? ഫുൾ ടൈം കാണിച്ചുകൊണ്ടിരിക്കും ഡിസ്പ്ലേ ഓൾ ഡേ കൊടുക്കുക. ഈ ഒരു ഫോണിനൊക്കെ 7000 mAh ബാറ്ററി ഒക്കെ ഉള്ള കാരണം ഇതിന് 6500. സോ ഡിസ്പ്ലേ ഓൾ ഡേ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും. പിന്നെ ഷെഡ്യൂൾഡ് ഡിസ്പ്ലേ ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ മതി. മീൻസ് രാവിലെ ഒരു 7 മണി മുതൽ വൈകുന്നേരം ഒരു 6 മണി വരെ മതി. അങ്ങനെ സ്റ്റാർട്ട് ടൈം എൻഡ് ടൈം സെറ്റ് ചെയ്യുക. രാവിലത്തെ 7 AM, എൻഡ് ചെയ്യണത് 6 PM, അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഏറ്റവും ബാറ്ററി സേവ് ചെയ്യാനുള്ള മൈൻഡാണെങ്കിൽ ടാപ്പ് സ്ക്രീൻ ഓർ റേസ് ഡിസ്പ്ലേ കൊടുക്കുക. സോ ഇടയ്ക്ക് ഇങ്ങനെ റേസ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് കാണിക്കുകയുള്ളൂ. അങ്ങനത്തെ ഓപ്ഷൻസ് നമുക്കവിടെ കാണിക്കാൻ പറ്റും. പിന്നെ എപ്പോഴും ചിഹ്നം ഇപ്പോൾ ചിലപ്പോൾ വാട്സപ്പ് ഓൺ ആക്കി എപ്പോഴും മെസ്സേജ്. സോ അതൊക്കെ ഡിസേബിൾ ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെ AOD നോട്ടിഫിക്കേഷനകത്ത് പോയിട്ട് അത് മാത്രമായിട്ട് ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. സോ എപ്പോഴും ഇങ്ങനെ ചിഹ്നം എന്ന് പറഞ്ഞ രീതിയിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വർക്ക് ആവത്തില്ല. സോ അതാണ് നമ്മൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വരുന്നത്. പിന്നെ ഐക്കൺസ്. ഐക്കൺസിൻ്റെ സർക്കിൾ വേണോ അതോ ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പ് വേണോ? പിന്നെ ഐക്കൺ നെയിം കാണിക്കണോ, നെയിം കാണിക്കണ്ടയോ? പിന്നെ ഐക്കണിൻ്റെ സൈസ് കൂട്ടണോ? ഉണ്ടോ?
മാക്സിമം വേണോ ഏറ്റവും കുറവ് മതിയോ അങ്ങനെയൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നെക്സ്റ്റ് ഇതേ കളർ ആൻഡ് സ്റ്റൈല്. ഓക്കെ, അതിനകത്ത് നമുക്ക് ഇപ്പോൾ ഇവിടെ ഈ ഒരു കളർ ഈ ഒരു ബ്രൗൺ ലൈക്ക് കൈൻഡ് ഓഫ് ഷെയ്ഡ് ആണെങ്കിൽ നമുക്കത് ഇവിടെ കളർ പിക്കർ ഉണ്ട്. അതിന് എക്സാക്റ്റ് ഏതാണ് വേണ്ടത്. ഇപ്പോൾ ഗ്രീൻ എടുത്തു, കൺഫേം കൊടുത്തു, ലോഡിങ് ഉണ്ടോ ഗ്രീൻ ആയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എക്സാക്റ്റ് നമ്മൾ ഇടുന്ന വാൾപേപ്പറിൻ്റെ ബേസ് ചെയ്ത കളേഴ്സ് നമുക്ക് കുറച്ചും കൂടെ ഒരു സീംലെസ് ആയിട്ട് ഫുൾ മെർജ് ചെയ്തോ അല്ലെങ്കിൽ ബ്ലെൻഡ് ചെയ്ത പോലെ കിട്ടാൻ വേണ്ടി അതനുസരിച്ച് വാൾപേപ്പർ അനുസരിച്ചുള്ള കളർ പാലറ്റ് ഇവർ തന്നെ ചൂസ് ചെയ്യുന്നുണ്ടാവും. സോ ജസ്റ്റ് അങ്ങനെ സെലക്ട് ചെയ്താലും കറക്റ്റ് ആയിട്ടുള്ള സാധനം കിട്ടും കേട്ടോ. ഓക്കെ, അതിനുള്ള ഓപ്ഷൻസും നമുക്കവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ അത് ലോക്ക് സ്ക്രീൻ സെറ്റിങ്സ്. ഓക്കെ, ഇവിടെ എഡിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ലോക്ക് സ്ക്രീൻ ഏത് രീതിയിൽ വേണം ജസ്റ്റ് ടാപ്പ് ചെയ്യുക. കണ്ടോ, ക്ലോക്കിൻ്റെ സ്റ്റൈൽസ് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ നല്ല രസമുള്ള ക്ലോക്കാണ് കേട്ടോ. ഇങ്ങനെ വേണോ ഇങ്ങനെ വേണോ, ഇതാണ് ഇതും കൊള്ളാം ഇതും കൊള്ളാം. കാരണം പെട്ടെന്ന് ടൈമൊക്കെ നോക്കി. പിന്നെ അതിൻ്റെ കളർ മാറ്റാനായിട്ട് കണ്ടോ, ഏത് രീതി കളർ വേണം കണ്ടോ, ആ ഒരു ഫുള്ളൊരു ഡിമ്മ് വേണോ അതോ നല്ല ഷാർപ്പായിട്ട് വേണോ അതോ ഇങ്ങനെ കളേഴ്സിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാൻ കുറയ്ക്കാനുള്ള ഓപ്ഷൻസ് ഫുൾ ഇതിലുള്ള കസ്റ്റമൈസേഷൻ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ ഇതിൻ്റെ തൊട്ട് മേളത്തെ കണ്ടോ സിഗ്നേച്ചർ. ഇപ്പോൾ മൈ ഫേവറേറ്റ് ഈസ് ഗോഡ് ഈസ് ലവ്. സോ നമുക്ക് ഇഷ്ടമുള്ള ഫേവറേറ്റുള്ള നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് ഗോ ബാക്ക്. പിന്നെ നെക്സ്റ്റ് ഓപ്പൺ കൺട്രോൾ സെൻറ്റർ ഫ്രം ലോക്ക് സ്ക്രീൻ. സോ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഫോൺ ലോക്ക് ആയിരിക്കുന്ന സമയത്ത് തന്നെ മീൻസ് ഇപ്പോൾ നിങ്ങൾ അൺലോക്ക് ആവണില്ല മീൻസ് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ വേറൊരു റാൻഡം പേഴ്സൺ ആണ് നിങ്ങൾക്ക് ഫോൺ എടുത്തിട്ട് ഇവിടുന്ന് തന്നെ കൺട്രോൾ സെൻറ്റർ ആക്സസ് ചെയ്യാൻ പറ്റും അത് ഓൺ ആണെങ്കിൽ. പക്ഷേ ഞാനിപ്പോൾ ഡിസേബിൾ ഇട്ടേക്കണ കാരണം കുഴപ്പമില്ല. കാരണം ഓപ്പൺ കൺട്രോൾ സെൻറ്റർ ഫ്രം ലോക്ക് സ്ക്രീൻ അതെപ്പോഴും ഓഫ് ആക്കി ഇടാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. കാരണം ഈവൻ ഈഫ് നിങ്ങളുടെ ഫോൺ ലോക്ക്ഡ് ആണെങ്കിൽ പോലും ഇവിടുന്ന് ഒരു റാൻഡം പേഴ്സൺ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ലോക്ക് സ്ക്രീൻ ആക്സസ് ചെയ്തിട്ട് ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കുക, ഫ്ലൈറ്റ് മോഡ് ഓഫ് ആക്കുക, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഓൺ ആക്കുക, ഓഫ് ആക്കുക, ഇങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. സോ അത് എപ്പോഴും ഇത് ഓപ്പൺ കൺട്രോൾ സെൻറ്റർ ഫ്രം ലോക്ക് സ്ക്രീൻ ഓഫ് ആക്കി ഇടാൻ ശ്രമിക്കുക. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ഹോം സ്ക്രീനിലെ സെറ്റിങ്സ് ആണ്. ഓക്കെ, ഹോം സ്ക്രീൻ സ്റ്റൈൽ. ഓക്കെ, സോ നമ്മുടെ ഡ്രോയർ സ്റ്റൈൽ വേണം. ഡ്രോയർ സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പ് ഡ്രോയറും ഉണ്ടാവും, അതേപോലെ തന്നെ നോർമൽ സ്ക്രീൻ ഹോം സ്ക്രീനും ഉണ്ടാവും. ഓക്കെ, അതാണ് നമ്മുടെ ഡ്രോയർ സ്റ്റൈൽ. പിന്നെ സ്റ്റാൻഡേർഡ് സ്റ്റൈലാണെങ്കിൽ നമുക്ക് ആകെ ഹോം സ്ക്രീൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, പിന്നെ ഇത് ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈൽസ് മീൻസ് അങ്ങനത്തെ കുറച്ച് കസ്റ്റമായിട്ട് നമുക്ക് അതിൻ്റെ സ്റ്റൈൽ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കണ്ടത് ബാക്ക്ഗ്രൗണ്ട് കളറ്, ട്രാൻസ്പെറൻസി, ബ്ലർ എഫക്റ്റ് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ കേട്ടോ. പിന്നെ ഇത് ആപ്പ് സജഷൻസ് ബാർ. ഇതിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ആപ്പ് സജഷൻസ് ബാർ, റെക്കമെൻഡഡ് ആപ്സ് എന്നുണ്ടെങ്കിൽ തന്നെ അത് വേണോ വേണ്ടയോ അതിപ്പോൾ ഓഫ് ആക്കി കഴിഞ്ഞാൽ കണ്ടോ ആപ്പ് സജഷൻസ് ബാർ ഉണ്ടാവില്ല, ജസ്റ്റ് ഇങ്ങനെ കാണിക്കുകയുള്ളൂ. ഓക്കെ, പിന്നെ ആഡ് ന്യൂ ഐക്കൺസ് ടു ഹോം സ്ക്രീൻ. ദാറ്റ് മീൻസ് ഇപ്പോൾ നിങ്ങൾ പുതിയൊരു ആപ്പ് ഇൻസ്റ്റാൾ അപ്പോൾ തന്നെ ഹോം സ്ക്രീൻ ആഡ് ചെയ്യണോ അത് വേണ്ടെങ്കിൽ ജസ്റ്റ് ഡിസേബിൾ ചെയ്യുക. അങ്ങനത്തെ കുറച്ച് കസ്റ്റമൈസേഷൻസ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് എത്രത്തോളം ആപ്സ് നിങ്ങളുടെ ഹോം സ്ക്രീനിൽ വേണം എന്നുള്ളതിൻ്റെയാണ്. അപ്പോൾ ഇത് 5x6 ആണ്. ഇത് കുറച്ചും കൂടെ കൂടുതൽ ആപ്സ് എന്ന് വെച്ചാൽ 5 ആപ്സ് വെച്ചിട്ട് 6 റോ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ രീതിയിലുള്ള കസ്റ്റമൈസേഷൻ. പിന്നെ വിഡ്ജറ്റ് ആഡ് ചെയ്യുന്നതനുസരിച്ച് കുറയും കേട്ടോ. പിന്നെ നമ്മുടെ തേർഡ് പാർട്ടി ആപ്പൊക്കെ പോലെ ഒരെണ്ണത്തിൽ നിന്ന് സ്വിച്ച് ചെയ്യുമ്പോഴുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടോ, ഏത് രീതിയിലുള്ള ട്രാൻസാക്ഷൻ വേണം. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഒരു നൈസായിട്ടുള്ള ട്രാൻസാക്ഷൻ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ബാക്ക് നമ്മുടെ ഹോം സ്ക്രീൻ സെറ്റിങ്സിനകത്ത്. ഓക്കെ, പിന്നെ ലോക്ക് ലേഔട്ട് ഓൺ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ ആപ്പ് മാറ്റി ഇങ്ങനെ ആക്കാൻ പറ്റില്ല കേട്ടോ. ഹോം സ്ക്രീൻ ലേഔട്ട് ലോക്ക് അത് അൺലോക്ക് ചെയ്താൽ മാത്രമാണ് നമുക്കത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഐക്കൺ ഇങ്ങോട്ട് വേണമെങ്കിലും കൊണ്ട് മൂവിയോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് ഇപ്പോൾ നിങ്ങൾ ലെഫ്റ്റ് ആയിട്ട് സ്വൈപ്പ് ചെയ്യും ഗൂഗിൾ ഡിസ്കവർ ആണ്. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ ഡിസ്കവർ വേണ്ട, ഓൾറെഡി നിങ്ങളിവിടെ ഗൂഗിൾ സെർച്ച് ബാർ മാത്രം അങ്ങനെയാണ് യൂസ് ചെയ്യുന്നുള്ളൂവെങ്കിൽ ജസ്റ്റ് ഇവിടെ പോവുക, നമ്മുടെ ഹോം സ്ക്രീൻ സെറ്റിങ്സിൽ പോയിട്ട് ഈ ഗൂഗിൾ ഡിസ്കവർ ഓഫ് ആക്കുക. അപ്പോൾ അത് കണ്ടോ ലെഫ്റ്റ് ആയിട്ട് പോകാൻ പറ്റില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം നമ്മളിപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം സൈസുള്ളൊരു ഫോണാണല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് ഗ്ലോബൽ സെർച്ച് ടവർ ഒരു അൺവാണ്ടഡ് സാധനം ഞാൻ പറയും. ചിലർക്ക് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ, പേഴ്സണൽ പ്രിഫറൻസ് ആണ്. സോ എനിക്ക് അതിനേക്കാളും കുറച്ചും കൂടി ഗ്ലോബൽ സെർച്ചിന് കുറച്ചും കൂടി പ്രിഫറൻസ് നോട്ടിഫിക്കേഷൻ പാനൽസ് അല്ലെങ്കിൽ കൺട്രോൾ പാനൽ വരുവാണ് ഇങ്ങനെയാണ്. സോ അത് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ സ്വൈപ്പ് ഡൗൺ ഓൺ ഹോം സ്ക്രീനിൽ ടാപ്പ് ചെയ്യുക, അത് മാറ്റിയിട്ട് നോട്ടിഫിക്കേഷൻ സെൻറ്റർ ആക്കുക. അപ്പോൾ എപ്പോൾ സ്വൈപ്പ് ചെയ്തോ നോട്ടിഫിക്കേഷൻ സെൻറ്റർ ചെയ്ത് എന്നിട്ട് നിങ്ങൾക്ക് ഫുൾ ആക്സസ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. സോ അങ്ങനത്തെ ഒരു ഓപ്ഷൻസ് നമുക്കിവിടെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, സോ അതാണ് നമ്മുടെ ഹോം സ്ക്രീനിൻ്റെ വാൾപേപ്പറിനകത്തുള്ളത്. പിന്നെ സിമ്പിൾ മോഡ്. ഇപ്പോൾ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഫോൺ യൂസ് ചെയ്യുന്ന ഏറ്റവും വലിയ ടച്ച് സ്ക്രീൻ തന്നെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ് ടച്ചസ് ആണ്. ദാറ്റ് മീൻസ് അവർ ചിലപ്പോൾ ഫോൺ ടൈപ്പ് എടുക്കുമ്പോൾ ചിലപ്പോൾ മെസ്സേജ് എടുക്കുമ്പോൾ ചിലപ്പോൾ ക്രോം അങ്ങനെ മാറിപ്പോകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സിമ്പിൾ വ്യൂ ഓൺ ആയി കഴിഞ്ഞാൽ ഉണ്ടോ ഇതിൻ്റെ ഐക്കൺസിൻ്റെ സൈസും ആ ഫോൾ ടെക്സ്റ്റൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ തമ്പ് വെച്ചിട്ടുള്ള പ്രസ് പോലും പ്രിസൈസ് ആയിരിക്കും കേട്ടോ. ഹോം ഞെക്കി അടുത്ത മെസ്സേജ് ഞെക്കി ഇങ്ങനെ ഞെക്കിയാൽ പോലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. കോൺടാക്ട്സ് ഞെക്കി ആൽബംസ് ഞെക്കി കണ്ടോ എല്ലാം പക്കയായിട്ട് വരും. പിന്നെ ഫോൺ ഞെക്കി കണ്ടോ കീപാഡ് കാര്യങ്ങൾ എല്ലാം സ്വൈപ്പ്. സെറ്റിങ്സ് ഞെക്കി സെറ്റിങ്സിനകത്ത് ഓരോ എടുക്കാൻ മീൻസ് സെറ്റിങ്സ് എടുക്കാനാണ് അവിടെ കുറച്ച് ഓപ്ഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. കാരണം ഈ ഓപ്ഷനിൽ നിൽക്കുന്ന കാരണം ഈ സിസ്റ്റം സെറ്റിങ്സിലാണ് ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ പോലും കറക്റ്റായിട്ടായിരിക്കും വരിക. സോ നോ ഇഷ്യൂസ്, എല്ലാം പക്കയായിട്ട് വരിക. സോ ജസ്റ്റ് മാറ്റാനായിട്ട്
സെറ്റിങ്സ്, എക്സിറ്റ് സിമ്പിൾ വ്യൂ. നെക്സ്റ്റ് കുറച്ചും കൂടി ഡീറ്റെയിൽ ലെവലിലുള്ള കസ്റ്റമൈസേഷനാണ്. അത് കിടക്കുന്നത് നമ്മുടെ ഡൈനാമിക് എഫക്ട്സിനകത്താണ്. എൻഹാൻസ് ഡൈനാമിക് എഫക്ട്സിനകത്ത് ഇൻ്റർഫേസ് ഡൈനാമിക് എഫക്ട്സ്, റിയൽ ടൈം ബ്ലറിങ്, ആപ്പ് എൻട്രി ആൻഡ് എക്സിറ്റ് ടൈം ബ്ലർ, മോഷൻ ബ്ലർ, ഇത് ഓൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് എക്സ്ട്രാ കുറച്ച് എന്താ പറയുക, ആ ഒരു സ്മൂത്ത്നെസ്, ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ബ്ലറൊക്കെ കുറച്ചിങ്ങനെ എൻഹാൻസ് ചെയ്യാനുള്ളതാണ്. സോ ഇച്ചിരി ബാറ്ററി കൺസ്യൂം ചെയ്യാൻ സാധ്യതയുണ്ട്, പക്ഷേ ഒരു കാണാനൊക്കെ കുറച്ചും കൂടെ രസമായിരിക്കും, നമുക്ക് കുറച്ചും കൂടെ സ്മൂത്തറായിട്ടായിരിക്കും. സോ ഐ ഡു റെക്കമെൻഡ് ടു ടേൺ ഇറ്റ് ഓൺ. ഓക്കെ, നെക്സ്റ്റ് ടച്ച് സ്ക്രീൻ ആനിമേഷൻ. ദാറ്റ് മീൻസ് ഇത് എന്താണ്, നമ്മൾ ഈ തൊടുമ്പൊക്കെ ഉള്ള ഓരോ ആനിമേഷൻ തന്നെയാണ്, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പിന്നെ ആംബിയൻ ലൈറ്റ് എഫക്റ്റ്, ദാറ്റ് മീൻസ് എസ്പെഷ്യലി നമ്മുടെ എഡ്ജ് ലൈറ്റിംഗ് ആണ് വരിക. ഓക്കെ, 2 ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ഇൻകമിങ് കോൾ വരുന്ന സമയത്ത് വന്നെങ്കിൽ ഇവിടെ ലൈറ്റ് എഫക്ട്സ് ഫോർ ഇൻകമിങ് കോൾസ്, ഏത് രീതിയിലുള്ള എഡ്ജ് ലൈറ്റിംഗ് ആണ് വേണ്ടതെന്നാണ്. കുറച്ച് ഒരു എഡ്ജ് ഡിസ്പ്ലേ ഉള്ള ഫോണിലൊക്കെ കുറച്ചുകൂടെ നൈസ് ആയിരിക്കും. ഇത് ഫ്ലാറ്റ് ഡിസ്പ്ലേ കാരണം കറക്റ്റ് ഒരു ബോർഡറിൽ വരുന്ന രീതിയിൽ അതിൻ്റെ വിഡ്ത്ത് മീൻസ് തിക്നെസ്, ട്രാൻസ്പെറൻസി, എന്തോരം ഭയങ്കരമായിട്ട് നല്ല ഡാർക്കായിട്ട് വന്നു, അതോ ലൈറ്റായിട്ട് വന്നു. പിന്നെ എൻ്റെ കളറൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് വരുമ്പോഴും അതിനുള്ള കസ്റ്റമൈസേഷൻ ഉണ്ട്. ഓക്കെ, ഈ 2 രീതിയിൽ നമുക്ക് ഓൺ ചെയ്യാൻ പറ്റും. പിന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ ഈ എഡ്ജ് ലൈറ്റിംഗ് വേണോ, ഇത് ഈ ഓൺ സ്ക്രീൻ ഡിസ്പ്ലേ ഓഫ് ആയി കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ഈസ് കണ്ടോ, ഇപ്പോൾ നമുക്ക് ആ ഒരു കോൾ ചെയ്യുമ്പോൾ ഓപ്ഷൻ വന്നിട്ടില്ല കണ്ടോ, കോൾ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ മറ്റേ ആ എഡ്ജ് ലൈറ്റിംഗ് ഓപ്ഷൻ വന്നിട്ടില്ല. അത് വന്നെങ്കിൽ ഓൺ സ്ക്രീൻ ഡിസ്പ്ലേ ഓൺ ആക്കി ഇട്ടാൽ മാത്രമാണ് ഇൻകമിങ് കോൾസ്, കാരണം ഇൻകമിങ് കോൾ വരുമ്പോൾ തന്നെ ഫോൺ ലൈറ്റപ്പ് ആവുമല്ലോ. ഓക്കെ, അതാണ് സംഭവം. ഇപ്പോൾ ഇത് ഓഫ് ആണെങ്കിൽ ആകെ ഫോൺ ഓഫ് ആയിരിക്കുന്ന സമയത്ത് മാത്രം, മീൻസ് ലോക്ക്ഡ് ആയിരിക്കുന്ന സമയത്തുള്ളതാണ് പുറത്തിങ്ങനെ എഡ്ജ് ലൈറ്റിംഗ് വരിക. ഓക്കെ, ആ രീതിയിലും കസ്റ്റമൈസ് ചെയ്യാം. പിന്നെ നമുക്ക് നെക്സ്റ്റ് കുറച്ച് ഹോം സ്ക്രീൻ എൻട്രിങ് ആനിമേഷൻസ്, നമ്മുടെ തേർഡ് പാർട്ടി ലോഞ്ചേഴ്സ് ഒക്കെ പോലെയുള്ള കുറേ ആനിമേഷൻസ് ആണ്. ഇതുണ്ട് ഹോം സ്ക്രീൻ, അതിനകത്ത് ഓരോ ആപ്സ് ഇങ്ങനെ എങ്ങനെ വരണം, അങ്ങനത്തെ കുറച്ച് കസ്റ്റമൈസേഷനാണ്. പിന്നെ ഫിംഗർ പ്രിൻറ്റ് ഐക്കണിൻ്റെ ആനിമേഷൻ എങ്ങനെ വേണം, മീൻസ് ആ കാണുമ്പോൾ ഐക്കൺസ് ഉണ്ടല്ലോ, മീൻസ് അൺലോക്കിംഗ് ഐക്കൺ. ഇപ്പോൾ ഇത് നോക്കി, ഇതാണ് ഐക്കൺ റൗണ്ട് കണ്ടോ, അതിന് പകരം വേറെ ഏത് ഐക്കൺ സെറ്റ് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് റെക്കഗ്നിഷൻ കണ്ടോ, ഇതിപ്പോൾ റെക്കഗ്നിഷൻ ഉണ്ട്, ഇങ്ങനെ ഒരു ബബിൾ പോകണ പോലത്തെ, അതിന് പകരം വേറെ കുറേ ആനിമേഷൻസ് ഉണ്ട്. സോ അതിൻ്റെ ഏത് ആനിമേഷനാണ് അതുകൊണ്ട് കുറച്ച് റിപ്പിൾ എന്നൊക്കെ പറഞ്ഞാൽ നല്ല എഫക്റ്റ് ഉണ്ട് കാണാൻ രസമുള്ള. പിന്നെ ഫേസ് റെക്കഗ്നിഷൻ ആനിമേഷൻ, മീൻസ് നമ്മൾ ഫേസ് വെച്ച് അൺലോക്ക് ചെയ്യുമ്പോൾ ഉള്ള ആനിമേഷൻ ഏത് വേണമെന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കണ്ടോ, കുറച്ച് ആനിമേഷൻ നൈസായിട്ട് കുറച്ച് ആനിമേഷൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ചാർജിങ് ആനിമേഷൻ, USB ഇൻസേർഷൻ ആനിമേഷൻ, സ്ക്രീൻ ഓൺ ആൻഡ് ഓഫ്, അങ്ങനെ ഫുൾ സെറ്റപ്പ് അതിനകത്തുണ്ട്. നെക്സ്റ്റ് നമ്മുടെ സൗണ്ട് ആൻഡ് വൈബ്രേഷൻ ആണ്. ഓക്കെ, സോ ബേസിക് സെറ്റ് ഓഫ് സെറ്റിങ്സ് തന്നെയാണ് ഉള്ളത്. പിന്നെ ഓഡിയോ ബൂസ്റ്റർ എന്ന് പറഞ്ഞിട്ട് മോഡൽ അത് ഇതിനുണ്ട് കേട്ടോ. ആൻഡ് ദെൻ നമ്മുടെ ടച്ച് വൈബ്രേഷൻ, ദാറ്റ് മീൻസ് നമ്മുടെ ഹാപ്റ്റിക്സ് കുറച്ചും കൂടെ റിഫൈൻഡ് ആണ്. IQ Neo 10 ആണെന്ന് വെച്ച് നോക്കുമ്പോൾ ഐ തിങ്ക് ഇച്ചിരി കൂടെ റിഫൈൻഡ് ആയിട്ട് ഒരു ഹാപ്റ്റിക് മോട്ടർ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മുടെ ഇതിനകത്ത്. ഇതിനകത്തൊരു സോർട്ട് ഓഫ് വൈബ്രേഷൻ നല്ല റിഫൈൻഡ് ആയിട്ടുള്ള ഒരു മോട്ടറാണ് ഇതെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഹാപ്റ്റിക് മോട്ടർ ഇംപ്ലിമെൻറ്റേഷൻ നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ ലൈറ്റ് ഡിഫറൻസസ് ഉണ്ട്. പിന്നെ എക്സ്ട്രാ നമുക്ക് വരുന്ന ഓപ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയോ സൂപ്പർ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടൊരു മോഡ്. ഓക്കെ, അത് രണ്ടിനും ടേൺഡ് ഓൺ ആണ്. പിന്നെ സൂപ്പർ ഓഡിയോ എന്ന് പറഞ്ഞിട്ടൊരു മോഡ്, സോ അതും രണ്ടിനും അവൈലബിൾ ആണ്. സൂപ്പർ ഓഡിയോ, മ്യൂസിക് രണ്ടിനും ഇട്ടിരിക്കണേ. ഓക്കെ, പിന്നെ ഓഡിയോ റീഡർ, നമുക്ക് ജസ്റ്റ് ക്വിക്കായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഓഡിയോ എക്സ്പീരിയൻസ് ഒന്ന് ജസ്റ്റ് കേൾക്കാം. ആ മീൻ ഞാൻ ജസ്റ്റ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. സ്റ്റിൽ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കൂടെ കേൾപ്പിച്ചാൽ Neo 10R കൂടെ IQ Neo 10R. ഓക്കെ, ഇനി നമ്മുടെ IQ Neo 10. Neo 10R. Neo 10. Oh. ഓക്കെ, ലൈറ്റായിട്ടൊരു വോളിയത്തിൻ്റെ ഒരു ഇൻക്രീസ് എനിക്ക് Neo 10 ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. വെരി മൈനർ അപ്രോക്സിമേറ്റ് ചെറിയൊരു മാർജിനൽ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട് Neo 10. നെക്സ്റ്റ് നമ്മുടെ നോട്ടിഫിക്കേഷൻ സ്റ്റാറ്റസ് ബാർ. സോ ഫസ്റ്റ് തിങ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഈ ബാറ്ററിയുടെ ഐക്കൺ കണ്ടോ, ബാറ്ററി പെർസെൻറ്റേജ് എത്രയെന്ന് അറിയാൻ പറ്റില്ല, ജസ്റ്റ് ഒരു ഐക്കൺ മാത്രം ഏകദേശം ഉണ്ടെന്നുള്ള രീതിയിൽ അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ബാറ്ററി സ്റ്റൈൽ ആൻഡ് പെർസെൻറ്റ് ടാപ്പ് ചെയ്യുക, ഈ വെർട്ടിക്കൽ മാറ്റിയിട്ട് ഹൊറിസോണലാക്കുക. എന്നിട്ട് അപ്പോൾ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഡിസ്പ്ലേ ഇൻസൈഡ് ദ ബാറ്ററി. എന്താണോ
ഇൻസൈഡ് ദി ബാറ്ററി. അപ്പോൾ കറക്റ്റ് ആ ബാറ്ററിയുടെ ഉള്ളിൽ 38% എത്രയാണ് ശതമാനം നിങ്ങൾ അറിയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് അപ്ലോഡ് സ്പീഡ്, ഡൗൺലോഡ് സ്പീഡൊക്കെ അറിയേണ്ടത് ചിലർക്കൊക്കെ സ്പീഡൊക്കെ എപ്പോഴും കൺസേൺ ആയിട്ടുള്ളവർക്ക് ഇമ്പോർട്ടൻറ്റ് കാര്യമായിരിക്കും. സോ അതറിയാൻ വേണ്ടി ഷോ റിയൽ ടൈം നെറ്റ്വർക്ക് സ്പീഡ് ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ടേൺ ഓൺ ചെയ്യാം. ഓക്കെ, സോ അതറിയാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് കാര്യം, ഇപ്പോൾ നിങ്ങളൊരു വാട്സപ്പ് മെസ്സേജ് അയച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിന് ഇവിടെ കിടപ്പുണ്ട്, പക്ഷേ നിങ്ങൾ അറിയാണ്ട് ക്ലിയർ ചെയ്തു, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചത് നിങ്ങൾ റീഡ് ചെയ്യുന്ന മുമ്പ് മറ്റാൾ ക്ലിയർ ചെയ്തു, ഡിലീറ്റഡ് ഫോർ എവരിവൺ കൊടുത്ത് ക്ലിയർ ചെയ്ത് വെച്ചോ, സ്റ്റിൽ യു ക്യാൻ ആക്സസ് ദ മെസ്സേജ് ഓർ നിങ്ങൾക്ക് മാനുവലായിട്ട് ക്ലിയർ നോട്ടിഫിക്കേഷൻ കിട്ടും. നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി പോയിട്ട് ഇത് ടേൺ ഓൺ ചെയ്താൽ മതി. ഏതൊക്കെ നോട്ടിഫിക്കേഷൻ വിത്ത് എക്സാക്ട് ടൈം സ്റ്റാമ്പ് സഹിതമായിട്ട് ഈ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി വന്ന് കിടക്കും. ഇപ്പോൾ ഡിലീറ്റഡ് വാട്സപ്പ് മെസ്സേജ് ആയിക്കോട്ടെ, സ്റ്റിൽ യു ക്യാൻ ആക്സസ് ഇവിടെ വന്ന് ആ ഒരു നോട്ടിഫിക്കേഷൻസ് ഇവിടെ വന്ന് കിടന്നോളും. ഓക്കെ, നെക്സ്റ്റ് ബാറ്ററി. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഈ ഫോണിൻ്റെ അൾട്രാ ഗെയിം മോഡിനകത്തുള്ള ഒരു മോൺസ്റ്റർ മോഡ്, അത് ഇവിടെ നമുക്ക് എപ്പോഴും ഓൺ ആക്കിയിടണമെങ്കിൽ ഇവിടെ നമുക്ക് ടേൺ ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. പക്ഷേ ഇവിടുത്തെ ആവശ്യമില്ല, ഗെയിമിംഗ് സെക്ഷൻസ് മാത്രമാണ് അതിൻ്റെ ആവശ്യമുള്ളൂ. കാരണം നോർമലിനേക്കാളും കുറച്ചുകൂടെ ബാറ്ററി കൂടുതൽ കൺസ്യൂം ചെയ്യും, പിന്നെ കുറച്ചും കൂടെ വാം ആവും ഡിവൈസ്. ഓക്കെ, സോ അതൊന്ന് മൈൻഡിൽ കൺസിഡർ ചെയ്യുക. പിന്നെ അത് ബാറ്ററി സേവർ സെറ്റിംഗ്സിനകത്ത് ബേസിക് ആയിട്ടുള്ള കുറേ സെറ്റിംഗ്സ് ഉണ്ട് കേട്ടോ, ലിമിറ്റ് ചെയ്യാൻ പറ്റിയ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. സോ അത് നിങ്ങൾക്ക് ആവശ്യമാണ് യൂസ് ചെയ്യുക. പിന്നെ സൂപ്പർ ബാറ്ററി സേവർ, ദാറ്റ് മീൻസ് മാക്സിമം പവർ സേവിംഗ് മോഡ് പോലത്തെ ഒരു മോഡാണുള്ളത്, മീൻസ് ഭയങ്കരമായിട്ട് ലിമിറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, പിന്നെ ബാറ്ററി ഹെൽത്ത് ആൻഡ് ചാർജിങ്, ഐഫോണിനൊക്കെ അറിയുന്നത് പോലെ തന്നെ ബാറ്ററി ഹെൽത്ത് ഇവിടെ അറിയാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾ ഇപ്പോൾ ഒരു 3+ ഇയേഴ്സ് ഒക്കെ യൂസ് ചെയ്യാനുള്ള പ്ലാൻ ആണെങ്കിൽ ഐ വുഡ് റെക്കമെൻഡ് ടു ടേൺ ഇറ്റ് ഓഫ്. കാരണം 120 അഡാപ്റ്ററാണ് ഇതിൻ്റെ ബോക്സിനകത്ത് വരുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഈ ഫാസ്റ്റ് ചാർജിങ് ആയിട്ട് എപ്പോഴും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം അങ്ങനെ നല്ല രീതിയിൽ ഒരു 3+4 ഇയേഴ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്ത് വെച്ചിട്ട് തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ബാറ്ററി ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ഇത്. ഓക്കെ, സോ അത് നിങ്ങളൊന്ന് പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്തിട്ട് ടേൺ ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക. സോ ഇത് നിങ്ങൾക്ക് മാക്സിമം ഫാസ്റ്റിൽ ഫോൺ ചാർജ് ചെയ്യാനാണ് പ്രയോറിറ്റി എങ്കിൽ യു നീഡ് ടു ഡെഫിനറ്റ്ലി ടേൺ ദിസ് ഓപ്ഷൻ ഓൺ. ഓക്കെ, പിന്നെ ഒപ്റ്റിമൈസ്ഡ് ബാറ്ററി ചാർജിങ്. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾക്ക് എത്ര ശതമാനം വരെ ബാറ്ററി ചാർജ് ചെയ്യും? ഇപ്പോൾ നിങ്ങൾക്ക് ഐഫോണിനൊക്കെ ഉള്ള പോലെ തന്നെ നമുക്ക് ഇവിടെ ഉണ്ട് 90%. അത് മീൻസ് 90% മേലായിട്ട് ബാറ്ററി ചാർജ് ആവത്തില്ല. ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, കേട്ടോ, റെഡ്യൂസിങ് ദ അപ്പർ ലിമിറ്റ് ക്യാൻ ഹെൽപ്പ് എക്സ്റ്റെൻഡ് ബാറ്ററി ലൈഫ്. പിന്നെ IQ Neo 10 നിങ്ങൾ 7000 mAh ഉള്ളത് കാരണം 90% ആയാലും കുഴപ്പമില്ല. കാരണം ഇത് ഓൾമോസ്റ്റ് ഇതിൻ്റെ അത്ര 6300 mAh 1300 mAh സ്റ്റിൽ നിങ്ങൾക്ക് ബാറ്ററി ഉണ്ട്. സോ യു ക്യാൻ ഈസിലി യൂസ് ഇറ്റ് അറ്റ് അപ്പർ ലിമിറ്റ് 90%. ഓക്കെ, പിന്നെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അത്ര ഹെൽത്ത് ബാറ്ററി കിട്ടുന്നില്ല എന്ന് തോന്നുന്നു, വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം. ഓക്കെ, പിന്നെ നമ്മുടെ ഓൾറെഡി നമ്മൾ കണ്ട കാര്യങ്ങൾ, പിന്നെ സ്ലീപ്പ് സ്റ്റാൻഡേർഡ് ഒപ്റ്റിമൈസേഷൻ, അതൊക്കെ ഓൾറെഡി ഡീഫോൾട്ടായിട്ട് കിടപ്പുണ്ട്. നമ്മുടെ റാം ആൻഡ് സ്റ്റോറേജ്, ആക്ച്വലി ഈ IQ Neo 10 8GB 128GB വേരിയൻറ്റ് വരുന്നത് UFS 3.1 ആണ്. പക്ഷേ IQ Neo 10 8GB 128GB വരുന്നത് UFS 3.1 ആണ്. ബാക്കിയുള്ള വേരിയൻസ് ആണ് UFS 4.1 ഉള്ളത്. ഓക്കെ, ഇതിലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ റാം ഇതിപ്പോൾ 16GB 512GB വേരിയൻ്റ് ആണ് ഇത്. അതിനകത്ത് റാം യൂസേജ് കണ്ടറിയാം 5.6GB യൂസ്ഡ് ആണ് 16GB. ഞാനിപ്പോൾ എക്സ്റ്റൻഡ് റാം ടേൺ ഓഫ് ചെയ്തിട്ടേക്കുവാണ്. എക്സ്റ്റൻഡ് റാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റേർണൽ സ്റ്റോറേജിൽ നിന്ന് 16GB കൂടെ യൂസ് ചെയ്തിട്ട് ടോട്ടൽ 32GB റാം പോലെ കിട്ടും. ഓക്കെ, ആൻഡ് അതേപോലെ തന്നെ നമുക്ക് 8GB 128GB ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം 4.2GB ഓൾറെഡി യൂസ്ഡ് ആയിരിക്കും. ജസ്റ്റ് അടുത്ത ബെഞ്ച് മാർക്ക് മാത്രമാണ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ ഇനിഷ്യൽ കേസിൽ. ഓക്കെ, എന്നിട്ടാണ് ഈ ഒരു യൂസ്. അപ്പോൾ അപ്രോക്സിമേറ്റ് 3.8GB, ക്ലോസ് ടു 3.8GB മാത്രമാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കിട്ടുള്ളൂ. സോ എയ്തർ യു ക്യാൻ ചൂസ് 12GB 256GB അല്ലെങ്കിൽ ഒരു 16GB 512GB തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി സ്റ്റോറേജിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സി ഒരു 101GB ആണ് നമുക്ക് ഇവിടെ ഫ്രീ കിട്ടുക. ആൻഡ് ഇവിടെ ഈസിലി നമുക്ക് 483GB, സ്റ്റിൽ നിങ്ങൾക്ക് 256GB എടുത്തു കഴിഞ്ഞാൽ മോർ ദാൻ ഇനഫ് ആണ്. ഓക്കെ, സോ അത് രണ്ടും ഒന്ന് മൈൻഡ് വയ്ക്കുക. പിന്നെ നെക്സ്റ്റ് ഒരു കാര്യം, ഇതിൻ്റെ ഓൾറെഡി ഞാൻ ടെസ്റ്റ് ചെയ്ത് ഞാൻ വീഡിയോ ചെയ്തതാണ്. അടുത്ത ബെഞ്ച് മാർക്ക് റൺ ചെയ്തപ്പോൾ നല്ല ഡിഫറൻസസ് കണ്ട കുറച്ച് ഏരിയാസ് ഉണ്ട്. ഓക്കെ, സോ യു ക്യാൻ സി ഇതിൻ്റെ സ്കോർ നോക്കി അറിയാം. അപ്രോക്സിമേറ്റ്ലി നമുക്കൊരു 2 മില്യണിന് അടുത്ത് കിട്ടുന്നുണ്ട് നമുക്ക് സ്കോർ. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ കുറവ് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മെമ്മറിയിലാണ്. ഓക്കെ, യു ക്യാൻ സി ഉണ്ടോ ഈ ഒരു ഡിഫറൻസ്, ഈ സ്കോറിൻ്റെ ഡിഫറൻസ് കാരണം ഈ മെമ്മറി തന്നെയാണ്. ഇതിൽ മെമ്മറിയിലെ സ്കോർ ഡിഫറൻസ് നോക്കിയോ, 2,88,000 വേഴ്സസ് 4 lakh, 1.2 lakh ഡിഫറൻസ് നമുക്കവിടെ കിട്ടുന്നുണ്ട്. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെയിമാണ്. CPU വലിയ ഡിഫറൻസ് ഇല്ല, GPU വലിയ ഡിഫറൻസ് ഇല്ല, UX വലിയ ഡിഫറൻസ് ഇല്ല. ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്, ബട്ട് സ്റ്റിൽ വലിയ ഡിഫറൻസ് എന്ന് പറയാനില്ല. എക്സ്ട്രാ സ്റ്റോറേജ് സ്പീഡ് ടെസ്റ്റുകൾ ചെയ്യാം. സോ ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയാണ് 1 lakh വരെ ഡിഫറൻസ് കിട്ടിയായിരുന്നു. മിനിമം 80K കിട്ടുന്നുണ്ട്, മാക്സിമം ടു 1 lakh വരെ ഡിഫറൻസ് കിട്ടുന്നു. യു ക്യാൻ സി 30,000 വേഴ്സസ് 16,000, മീൻസ് ഡബിൾ ദ ഡിഫറൻസ്. 18 വേഴ്സസ് 36, ഓൾമോസ്റ്റ് എല്ലാത്തിനും ഡബിൾ ദ ഡിഫറൻസ് അടുത്തൊരു വ്യത്യാസം വരുന്നുണ്ട്. 1 lakh വേഴ്സസ് ഒരു 60,000 വല്ലതായിരിക്കും ഇവിടെ കിട്ടുള്ളൂ. ഉണ്ടോ 64,000 റാൻഡം ആക്സസ് വന്നിരിക്കുന്നത്. ഇനി ഐ റീഡ് സ്പീഡ് വലിയ വ്യത്യാസം കാണാൻ സാധ്യതയില്ല. സ്റ്റിൽ ഐ കുഡ് സി ഇതിനകത്തൊരു 80,000 അടുത്ത് വ്യത്യാസം, 80,000 ഉണ്ടാവില്ല, ഒരു 70,000 ആയിരിക്കും ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇവിടെ കുറഞ്ഞു. സാറിന് 2 lakh കിട്ടേണ്ടതാണ്, യൂഷ്വലി കിട്ടേണ്ടതാണ്.
ഇവിടെ കുറഞ്ഞിട്ടുണ്ടാവും. സോ വലിയൊരു 60,000 ഡിഫറൻസ് ഉണ്ടാവുള്ളൂ രണ്ടും തമ്മിൽ. ലെറ്റ്സ് വെയിറ്റ്. ഓക്കെ, റണ്ണിങ് ടൈം എടുക്കുന്നുണ്ട്. ഓക്കെ, കണ്ടോ 4 അത്യാവശ്യം ഡിഫറൻസ് കിട്ടുന്നുണ്ട്. 1,30,000 വേഴ്സസ് 1,88,000. ഓക്കെ, സ്റ്റിൽ ഒരു 1,10,000 1,90,000 കൂട്ടിക്കോ. സോ സ്റ്റിൽ യു ആർ ഗെറ്റിംഗ് 80K ഡിഫറൻസ്. ഞാൻ പറഞ്ഞില്ല ഏകദേശം അത്രയും കിട്ടുന്നുണ്ട് മിക്ക ടെസ്റ്റിലും. ഓക്കെ, ചില ടെസ്റ്റ് എന്തിനകത്ത് ഇതിൽ യൂഷ്വലി വരിക ഒരു 2 lakh ആണ് വരിക. ഇവിടെ യൂഷ്വലി ഒരു 1 lakh അറൗണ്ട്, ഏകദേശം 1 lakh to ഒരു 1,20,000 ആ റേഞ്ചിലാണ് കിട്ടുന്നത്. ഓക്കെ, സോ ഇതൊന്ന് മൈൻഡിൽ വെക്കുക, എന്നിട്ട് മാത്രം നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ റാം ആൻഡ് സ്റ്റോറേജിൻ്റെ ഏരിയ കവർ ചെയ്തു. പിന്നെ നമ്മുടെ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി ഓൾറെഡി കവർ ചെയ്തതാണ്. പിന്നെ നമ്മുടെ അൾട്രാ ഗെയിം മോഡ്. ഓക്കെ, സോ നിങ്ങൾ ഏത് ഗെയിമാണോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ മീൻസ് പ്ലേ ചെയ്യണം, അതിന് മുമ്പ് ഈ ഗെയിം ജസ്റ്റ് അൾട്രാ ഗെയിം മോഡിൽ കൊണ്ട് ആഡ് ചെയ്തിട്ട് വെക്കുക. ഓക്കെ, അപ്പോൾ എപ്പോഴൊക്കെ നിങ്ങൾ ഈ അഡ്വഞ്ചർ ബെഞ്ച്മാർക്ക് ഓപ്പൺ ചെയ്യുന്നോ, അപ്പോൾ ഒക്കെ ഇത് മാക്സിമം പെർഫോമൻസ് മോഡിൽ പൊക്കോളും. കണ്ടോ, ഇവിടെ പൊക്കോളും. അതിനകത്ത് ഇവിടെ ഇഷ്ടം പോലെ ഇതിനകത്ത് എപ്പോഴും മോൺസ്റ്റർ മോഡ് ഇട്ട് കഴിഞ്ഞാൽ മാക്സിമം പെർഫോമൻസ് കിട്ടുക. പിന്നെ നമുക്കത് അതിൻ്റെ റീഫ്രഷ് റേറ്റ് കൂട്ടാൻ മാക്സിമം 144 ഇട്ട് കളിക്കാൻ, ടച്ച് സാമ്പിളിംഗ് റേറ്റ് കൂട്ടാനുള്ള ഓപ്ഷൻ. ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഇതിനകത്ത് കൂടുതൽ നിയോ 10R ഒക്കെ വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, അങ്ങനെ ഓപ്ഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഗെയിം ടൂൾസിനകത്ത് ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഐ പ്രൊട്ടക്ഷൻ മോഡ്, ഗെയിം വിഷ്വൽ എൻഹാൻസ്മെൻറ്റ്, ബ്രൈറ്റ്നസ് ലോക്ക്, ഓഫ് സ്ക്രീൻ ഓട്ടോ പ്ലേ, റിജക്റ്റ് കോൾസ്, ബൈപ്പാസ് ചാർജിങ് ഉണ്ട്. ആൻഡ് ഇത് മാത്രമല്ല, ആക്ച്വലി ഇതിനകത്ത് നമ്മുടെ iQ12 ഉണ്ടായിരുന്ന Q1 ചിപ്പ് ഉണ്ട്. ആക്ച്വലി ഗെയിം ഇൻസ്റ്റാൾ ചെയ്യാനാണ് ആ ഡെപ്തി പറഞ്ഞു തരാൻ പറ്റും. ആ Q1 ചിപ്പ് ഉള്ള കാരണം അതിന് 3 ഡെഡിക്കേറ്റഡ് ഫീച്ചേഴ്സ് ഉണ്ട്. അത് നമ്മുടെ iQ Neo 10R വരുന്നില്ല. അത് ജസ്റ്റ് കാണിച്ചു തരാം. സോ യു ക്യാൻ സി അൾട്രാ ഗെയിം മോഡിനകത്ത് ഇവിടെ ആകെ വിഷ്വൽ എൻഹാൻസ്മെൻറ്റ് ഒറ്റ മോഡേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഓക്കെ, വ്യൂ എൻഹാൻസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് വന്ന സംഭവം ഇതിനകത്ത് വരുന്ന സംഭവം വ്യത്യാസമുണ്ട്. ആക്ച്വലി അതിനകത്ത് ലോക്കൽ ടോൺ മാപ്പിങ്ങും കളർ എൻഹാൻസ്മെൻറ്റ്, മെമ്മറി കളർ പ്രൊട്ടക്ഷൻ, ഡീറ്റെയിൽസ്, ദാറ്റ് മീൻസ് ജസ്റ്റ് കളർ ബേസ്ഡ് കുറച്ചൊരു ഒപ്റ്റിമൈസേഷൻ മാത്രം. പക്ഷേ ഇത് നമുക്ക് ആ ഒരു ചിപ്പ് ഉപയോഗിച്ചിട്ട്, ആ ഒരു എക്സ്ട്രാ ചിപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഒരു വിഷ്വൽ എൻഹാൻസ്മെൻറ്റ്, സോ കുറച്ചും കൂടി അടിപൊളിയായിട്ട് കിട്ടും. പിന്നെ ഗെയിം സൂപ്പർ റെസൊല്യൂഷൻ മോഡ്, ദാറ്റ് മീൻസ് ഇപ്പോൾ നിങ്ങൾക്കൊരു ഇച്ചിരി റെസൊല്യൂഷൻ കുറഞ്ഞ ഗെയിം ആണെങ്കിലും പ്ലേ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കൂടിയ റെസൊല്യൂഷൻ ആയിട്ട് കാണിക്കുന്നത്, മീൻസ് കുറച്ചും കൂടെ ഡീറ്റെയിലിംഗ് ആയിട്ട് ഗെയിം കളിക്കാൻ പറ്റുക. പിന്നെ ഗെയിം ഫ്രെയിം ഇൻ്റർപോളേഷൻ, ദാറ്റ് മീൻസ് ഇപ്പോൾ നിങ്ങൾക്ക് 120 FPS ഫോൺ സപ്പോർട്ട് ചെയ്യുന്ന ഗെയിം ഇതിനകത്ത് കളിക്കും 144 കളിക്കാൻ പറ്റും. എസ്പെഷ്യലി കോൾ ഓഫ് ഡ്യൂട്ടിയും BGMI ഒക്കെയാണ് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ എക്സ്ട്രാ നമ്മുടെ ES സ്പോർട്സ് മോഡ് ഇതിലുണ്ട് കേട്ടോ. നിയോ 10R ബാക്കി മോഡ്. ഈ 3 മോഡാണ് ഇതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എക്സ്ട്രാ. ആ iQ12 Q1 ചിപ്പ് ഉള്ളത് കാരണം ഉള്ള ഇതാണ്. ഇപ്പോൾ iQ13 ലേറ്റസ്റ്റ് iQ13 നോക്കുവാണെങ്കിൽ Q2 ചിപ്പാണ് കേട്ടോ iQ13 തന്നെ. ഇത് Q1 ആണ്. iQ12 ഉണ്ടായിരുന്ന ചിപ്പ്. ഓക്കെ, പിന്നെ ബാക്കി സെയിം തന്നെ ES സ്പോർട്സ് മോഡ് ഉണ്ട്. അതിനകത്ത് കുറച്ച് മിനിമൈസ് ഡിസ്റ്റർബൻസസ്, ഒപ്റ്റിമൈസ്ഡ് കൺട്രോൾ, ഒപ്റ്റിമൈസ്ഡ് ഡിസ്പ്ലേ, അഡാപ്റ്റീവ് ഫ്രെയിം റേറ്റ് ആൻഡ് ടെമ്പറേച്ചർ, പിന്നെ നമ്മുടെ ഓഫ് സ്ക്രീൻ ഓട്ടോപ്ലേ, 4D ഗെയിം വൈബ്രേഷൻ, ഗെയിം സൗണ്ട് ക്വാളിറ്റി ആൻഡ് എഫക്ട്സ്, ഫ്രെയിം റേറ്റ് പ്രയോറിറ്റി, കൺട്രോൾ സെറ്റിംഗ്സ്. അതിനകത്ത് സൂപ്പർ ടച്ച് കൺട്രോൾ, സൂപ്പർ ഗൈറോസ്കോപ്പ്, കൺട്രോൾ അഡ്ജസ്റ്റ്മെൻറ്റ്. ആക്ച്വലി ഇതിനകത്ത് ഗൈറോസ്കോപ്പിന് ഒരു ചെറിയ അപ്ഡേറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ലെറ്റ് മീ ചെക്ക് ദ കൺട്രോൾ സെറ്റിംഗ്സ് ഓവർ ഹിയർ. കണ്ടോ, ഇതിനകത്ത് ഈ സൂപ്പർ ടച്ച് കൺട്രോൾ ഉണ്ട്, പക്ഷേ കണ്ടോ സൂപ്പർ ഗൈറോസ്കോപ്പ് ഇല്ല. കാരണം ആക്ച്വലി ഇതിനകത്ത് ഗൈറോസ്കോപ്പിന് ഒരു അപ്ഡേറ്റ് ഞാൻ കണ്ടായിരുന്നു. ഓക്കെ, സോ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇങ്ങനെ ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, സോ കണ്ടോ ഇതിനകത്ത് ഡെപ്തിൽ പോകുമ്പോഴാണ് നമുക്ക് ഡിഫറൻസസ് അറിയാൻ പറ്റുള്ളൂ ഈ നിയോ 10R ഇതൊക്കെ ആയിട്ട്. സോ ഐ വുഡ് റെക്കമെൻഡ് ടു ബൈ നിയോ 10. ഓക്കെ, നിങ്ങൾക്ക് ആ പെർഫോമൻസ് ആവശ്യമാണ്, അത്ര ഡേറ്റിലുള്ള സ്പെക്കോ എല്ലാ കാര്യങ്ങളും ആവശ്യമുണ്ടെങ്കിൽ മാത്രം. എൽസ് യു കുഡ് ഈസിലി ഗോ വിത്ത് iQ Neo 10R. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ സിസ്റ്റം മാനേജ്മെൻറ്റിനകത്ത് ഇവിടെ ഈ എക്സ്പെഷ്യലി ഫസ്റ്റത്തെ കാര്യം ഈ ഒരു നാവിഗേഷൻ ബാർ മാറ്റാനായിട്ട് 3 ബട്ടൺ മാറ്റിയിട്ട് ഇത് ജസ്റ്റർ നാവിഗേഷൻ ഇടാം. പിന്നെ ഈ ബോട്ടം ബാർ വേണമെങ്കിൽ ഹൈഡ് ബോട്ടം ബാർ കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ളി ഇമേഴ്സീവ് ഡിസ്പ്ലേ. ഇനി വേണമെങ്കിൽ ജസ്റ്റ് ഡിസേബിൾ ചെയ്യുക. ഓക്കെ, എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ സർക്കിൾ ടു സെർച്ച് ഓൺ ആക്കണമെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് പ്രസ് ആൻഡ് ഹോൾഡ് ഒന്നും സംഭവിക്കില്ല. പക്ഷേ ഇത് ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് സർക്കിൾ ടു സെർച്ച് ആയിട്ട് ഉണ്ടോ ആക്ട് ചെയ്യും. ഉണ്ടോ, പിന്നെ ഇതിനകത്ത് ഇവിടെ റൊട്ടേറ്റ് ചെയ്തു ഏതാണ് ഡീറ്റെയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഇമേജ് കണ്ടിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളൊരു യൂസ്ഡ് iQ ഫോൺ അല്ലെങ്കിൽ ഒരു യൂസ്ഡ് വിവോ ഫോണൊക്കെ എടുത്തു, പക്ഷേ ബില്ല് കിട്ടിയില്ല, പക്ഷേ വാറണ്ടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഒരു കേസ് നിൽക്കണം. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ മേടിച്ച ഫോൺ നിങ്ങൾക്ക് ഉറപ്പുണ്ട് 1 year ആയിട്ടില്ല, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഒന്ന് വെരിഫൈ ചെയ്യണം, സെയിൽ ചെയ്യുമ്പോൾ വെരിഫൈ ചെയ്യണം. അങ്ങനത്തെ കേസിനകത്തൊക്കെ ജസ്റ്റ് iQ അല്ലെങ്കിൽ വിവോ ഫോൺ ജസ്റ്റ് അബൌട്ട് ഫോണിൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യം ജസ്റ്റ് ഒന്ന് പറയണുള്ളൂ കേട്ടോ. ഇത് നമ്മുടെ ഇവിടെ കസ്റ്റമർ സർവീസിന് ഓപ്ഷൻ, അതിന് ജസ്റ്റ് ടാപ്പ് ചെയ്യുക. ഈ വാറണ്ടി കാർഡിന് ഓപ്ഷൻ ഉണ്ട്. സോ എക്സാക്റ്റ് ഈ വാറണ്ടി കാർഡ് ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എപ്പോഴാണ് ഈ ഫോൺ ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ ക്യാമറ UI. സോ ക്യാമറ UI സ്നാപ്ഷോട്ട്, നൈറ്റ് മോഡ് 0.66 മുതൽ 10x വരെ പോകാൻ പറ്റും. ആൻഡ് പോർട്രേറ്റ് എന്നൊരു ഡിഫറൻസ് ഉണ്ട്. അതിനകത്ത് കണ്ടോ 1x, 1.5x, 2x. ഇതിനകത്ത് പക്ഷേ 1x പോർട്രേറ്റ് എടുക്കാം,
1x 2x 2 ഓപ്ഷൻസേ ഉള്ളൂ. ആൻഡ് പിന്നെ ഇവിടെ നമ്മുടെ ആ ബാക്ക്ഗ്രൗണ്ട് ബ്ലറിൽ കുറച്ച് നൈസായിട്ടുള്ള ഓപ്ഷൻസാണ് ഇവിടെ വരിക. വേഴ്സസ് ഇത് കണ്ടോ, നാച്ചുറൽ, റോട്ടറി ഫോക്കസ്, ബബിൾസ്, ഇതിനകത്ത് അങ്ങനെ ഇല്ല. യു ക്യാൻ സീ കണ്ടോ, ജസ്റ്റ് ഇവിടെ നിൽക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാൻ കുറയ്ക്കണം. പക്ഷേ ഇതിനകത്ത് 3 എഫക്ട്സും കൂടെ എക്സ്ട്രാ കിട്ടുന്നുണ്ട്. ബൊക്കെ എഫക്ട്സ് കൊണ്ട് 3 എഫക്ട്സ് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. വേഴ്സസ് ഇവിടെ നമ്മുടെ നിയോ 10R അത് കിട്ടുന്നില്ല. പിന്നെ ബാക്കി ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇവിടെ സെയിം സെറ്റ് ഓഫ് ഓപ്ഷൻസ്, കസ്റ്റമൈസേഷൻ ഇവിടെ അതും മറ്റേ ഫിൽറ്റേഴ്സ് കൂട്ടുള്ള ഓപ്ഷൻസും ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ് വരിക. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ 2 വ്യത്യാസം അവിടെ തന്നെയുണ്ട്. പിന്നെ ഫോട്ടോയ്ക്കകത്ത് 0.66 മുതൽ 10x വരെ രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. 0.66 മുതൽ 10x വരെ. പിന്നെ വീഡിയോയ്ക്കകത്ത് 4K at 60 FPS വരെ റിയർ ക്യാമറ റെക്കോർഡിംഗ് ഉണ്ട്. 4K at 60 FPS വരെ റിയർ ക്യാമറ റെക്കോർഡിംഗ്. പിന്നെ അത് മാത്രമല്ല അൾട്രാ HD ഡോക്യുമെൻറ്റ് അത് നമുക്കിവിടെ ഉണ്ട്. അൾട്രാ HD ഡോക്യുമെൻറ്റ്. മോഡിനകത്ത് നമുക്കുള്ള 50 മിനിറ്റ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മോഡുണ്ട്, പനോരമിക് മോഡുണ്ട്, സ്ലോ മോഷൻ ഉണ്ട്, ടൈം ലാപ്സ് ഉണ്ട്, ലോങ് എക്സ്പോഷർ ഉണ്ട്, സൂപ്പർ മൂണുണ്ട്, പ്രോ മോഡുണ്ട്, ഫിഷ് ഐ ഉണ്ട്. ഇത് തന്നെ ഇതിനകത്ത് സിമിലർ തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു അഡ്വാൻറ്റേജ് ഫ്രണ്ട് ക്യാമറയിൽ ഇതിനകത്ത് 4K യു ക്യാൻ സി, ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വീഡിയോ ഫ്രണ്ട് ക്യാമറയിൽ ഉണ്ടോ 4K at 60 FPS റെക്കോർഡിംഗ് ഉണ്ട് നമ്മുടെ iQ Neo 10-ൽ. ഓക്കെ, ഇനി ഞാൻ Neo 10R കാണിച്ചു തരാം. Neo 10Rൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ 4K at 60 FPS കിട്ടുന്നില്ല. കണ്ടോ, യു ക്യാൻ സി മാക്സിമം 4K at 30 FPS വരെ മാക്സിമം പറ്റുന്നുള്ളൂ. ഓക്കെ, സോ അങ്ങനെ അഡ്വാൻറ്റേജും കൂടെ ഉണ്ട് നമ്മുടെ iQ Neo 10-ൽ. സോ അപ്പോൾ ഇത്രയാണ് iQ Neo 10 ആൻഡ് Neo 10 ടിപ്സ്, ട്രിക്സ്, ഹിഡൻ ഫീച്ചേഴ്സ് ആൻഡ് എ ക്വിക്ക് സെറ്റിംഗ്സ് നോക്കുന്ന വീഡിയോ. സോ ഗൈസ്, ദാറ്റ്സ് ഇറ്റ് ടുഡേ. സൈനിങ് ഓഫ്, ഇറ്റ്സ് ഫോൺ മാനിയ.